ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാണയം പൊതിഞ്ഞ് ഞാനീ പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വയ്ക്കുക, സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. അതൊരു രീതിയാണ്. ഒരു നാണയം, ഏതെങ്കിലും ഒരു നാണയം, ₹1 നാണയമാണ് നല്ലത്. ഒരു നാണയം ഞാനീ പറയുന്ന രീതിയിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാനീ പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വയ്ക്കുക. അത് സകല കഷ്ടപ്പാടുകളും മാറാൻ ഉപകരിക്കും, സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇത് ഒരു ഭദ്രകാളിയുടെ വിദ്യയാണ്. ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ വിദ്യ ചെയ്ത ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ശത്രുദോഷങ്ങളും എന്നുവെച്ചാൽ സമയദോഷങ്ങളും ഒക്കെ മാറി സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടായ ഒരുപാട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, എത്രയോ ലക്ഷക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും പരിവർത്തനം വരുത്തും. അതിന് സംശയമൊന്നും വേണ്ട, വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ₹1 നാണയം കൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാൻ പോകാമെന്ന്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ മനസ്സിലാവും. അത്രയേ ഉള്ളൂ. വേറെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ചെയ്യേണ്ട രീതിയെല്ലാം പറഞ്ഞുതരാം. നല്ല കാര്യമാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ അവിടെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്, അവിടെ ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഭദ്രകാളി ഒരു പ്രത്യേക രീതി വിളിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഭദ്രകാളിയെ ഒന്ന് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം മുഴുവൻ കാണാൻ പറയുന്നത് ചില മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കാണും മനസ്സിലാവും. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, അത് വീഡിയോ കാണുന്നവർക്കറിയാം. വീഡിയോ മുഴുവൻ കാണണം. ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. ചുമ്മാ അറ്റവും മൂലം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്. അത് മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാകും. അങ്ങനെ ഗുണം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചെയ്തവർക്കെല്ലാം ഗുണം ഉണ്ടായിട്ടുണ്ട്, അത്ര തന്നെ. അപ്പോൾ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ച ഐശ്വര്യങ്ങളും നൽകുന്ന കാര്യമാണ്. അപ്പോഴേ നമ്മൾ ₹1 നാണയം എടുത്താൽ ഇത് രാവിലെ ഒരു 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഇനി അതല്ല, എപ്പം വേണേലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി നല്ലത് ആ സമയമാണെന്നേ പറഞ്ഞുള്ളൂ. ഇനി ആ സമയത്തിന് ചെയ്യാൻ പറ്റാത്തവർക്ക് എപ്പം വേണേലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ₹1 നാണയം എടുത്ത് നിങ്ങൾ ഒന്ന് കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങളുടെ ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കൈകൾ പിടിച്ച്, എൻ്റെ ഭദ്രകാളിയമ്മേ എനിക്ക് സമ്പത്ത് നൽകണേ, ജീവിതം മുഴുവൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ, എല്ലാ കാര്യങ്ങളും എനിക്ക് വിജയം നൽകണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, ഞാനിരിക്കുന്നിടത്തേക്ക് അതെവിടെയാണേലും, വീട്ടിലാണേലും എവിടെയാണേലും എന്നിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കണേ, അമ്മയെ കോടി കോടി നന്ദി എന്ന് പ്രാർത്ഥിച്ച് ഈ ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്ന നാണയം പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇതൊരു വെള്ള പേപ്പറിനകത്ത് വെച്ച് പൊതിഞ്ഞ് നിങ്ങളുടെ അലമാരിയിൽ കൊണ്ടുവയ്ക്കുക. പിന്നെ ഇത് നോക്കരുത്, അവിടെ ഇരുന്നോട്ട്. എന്നിട്ട് 21 ദിവസം കഴിഞ്ഞ് ഈ നാണയം എടുത്ത് നോക്കാതെ തന്നെ, കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അവിടെ കാണിക്കുകയും ചെയ്യും. പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ കാണിക്കുകയും ചെയ്യിടുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ 21 ദിവസം ഇതോടൊപ്പം നിങ്ങൾ ചില കാര്യങ്ങളൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ടെങ്കിൽ അവർ ആ ദിവസങ്ങൾ ഒഴിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 3 ദിവസം ഇങ്ങനെ ഈ നാണയം വെച്ച് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അശുദ്ധിയുള്ള അത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ആദ്യത്തെ 3 ദിവസത്തിൻ്റെ കൂടെ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ദിവസം കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അശുദ്ധി ഒഴിച്ചുള്ള ദിവസങ്ങൾ ആദ്യം ചെയ്ത ദിവസത്തിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. മനസ്സിലായല്ലോ? കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 21 ദിവസം എടുത്താൽ മതി. അശുദ്ധിയുള്ള സമയങ്ങൾ കണക്ക് കൂട്ടണ്ട. ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ നമ്മളങ്ങ് ഒഴിച്ചിടുക. പക്ഷെ നാണയം അവിടെ ഇരുന്നോട്ട്. നിങ്ങൾ അശുദ്ധിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളും നിങ്ങൾ ആദ്യം ചെയ്ത ദിവസങ്ങളും ഒന്നിച്ച് കൂട്ടി 21 ദിവസം കണക്കാക്കിയാൽ മതി. 21 ദിവസം അത് സ്ത്രീകളുടെ ഒരു സംശയമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ 21 ദിവസവും നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട് വീട്ടിൽ. ഒന്ന്, രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കൈയും കാലും മുഖം ഒന്നുകൂടെ നനച്ചിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് അമ്മയെ ഭദ്രകാളിയമ്മ ഈ പറഞ്ഞ പ്രാർത്ഥന അങ്ങ് ചെയ്യുക. ഇത് 21 ദിവസവും ചെയ്യണം. എന്നിട്ട് വലതുകാലം വെച്ചിറങ്ങുക. ഇനി ഇത് 21 ദിവസമല്ല, ഇതെന്നും ചെയ്യാം കേട്ടോ. ഈ ഭദ്രകാളിയുടെ പ്രാർത്ഥന, അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഭദ്രകാളിയുടെ, കൃഷ്ണൻ്റെ ഒക്കെ കാര്യം എല്ലാ തരത്തിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും
നല്ല ആളുകൾ, കാരണം നല്ല കാര്യമാണ് പറയുന്നത്, അവർക്കൊക്കെ ഗുണമുണ്ട്. പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ആളുകൾ വരെ ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസവും ഇല്ലാത്തവരും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നല്ല രീതിയിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഈശ്വരനല്ല ഒന്ന് തന്നെയുള്ളൂ. അവനവൻ്റെ ഏത് ഈശ്വരനെയും അവനവൻ്റെ വിളിക്കാം, നന്മകൾ ചെയ്യുക. പിന്നെ അവനവൻ്റെ എല്ലാം ഒരു നന്മയുടെ ഭാഗമാണ്. നന്മ മാത്രമേ പറഞ്ഞു തരുന്നു, അല്ലാതെ ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇത് ചെയ്യുന്നതോടൊപ്പം ഞാനീ പറഞ്ഞ പോലെ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വസ്ത്രം എടുത്തുകൊണ്ട് കൈയും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിമുറിയിൽ നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഈ പ്രാർത്ഥനയും കൂടെ ചെയ്യണം. ഭദ്രകാളി അമ്മയുടെ ഞാനീ ആദ്യം പറഞ്ഞ പ്രാർത്ഥന തന്നെ, നമ്മൾ നാണയം വെക്കുമ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞല്ലോ, അത് തന്നെ ചെയ്യുക. എന്നിട്ട് വലതുകാല് വെച്ച് ഇറങ്ങുക. ഇനി എപ്പോഴും കുളിമുറിയിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണം. കാരണം കുളിമുറി ആയിക്കോട്ടെ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, അവിടോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ ചെയ്യണം. കാരണം നെഗറ്റീവ് എനർജി നമുക്ക് ബാധിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥന പെട്ടെന്ന് ഫലമാകും. ആ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണം. കുളിമുറി ആയിക്കോട്ടെ, കക്കൂസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 21 ദിവസം ഈ കഴിഞ്ഞ് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി, ഇത് 21 ദിവസം കഴിഞ്ഞ് നിങ്ങൾ 22ാമത്തെ ദിവസമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ, അത് കുഴപ്പമില്ല. 21 ദിവസം കഴിഞ്ഞ് ഈ നാണയം നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇത് അമ്മയ്ക്ക് സമർപ്പിച്ച്, അമ്മയ്ക്ക് സമർപ്പിക്കുക. എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജീവിതം മുഴുവൻ നൽകണേ, എല്ലാത്തിനും അമ്മയ്ക്ക് നന്ദി എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. പിന്നെ ഒരു കടുംപായസം കൂടെ അമ്മയ്ക്ക് അങ്ങ് ചെയ്യുക. അല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു അർച്ചനയോ കടുംപായസമാണെങ്കിൽ അമ്മയ്ക്ക് വളരെ വളരെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കടുംപായസം. ഏറ്റവും ഇഷ്ടമുള്ള ഒന്നൊന്നല്ല, ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടുകളിൽ ഒന്നാണ്. ഒരു ദേവതനല്ല ദേവിക്ക് പ്രീതി വരുന്ന ഏറ്റവും പ്രധാനമായിട്ടും ഇഷ്ട നിവേദ്യം, വളരെ പ്രീതി, പിന്നെ വിശേഷപ്പെട്ട നിവേദ്യം, ഇതൊക്കെയാണ്. പിന്നെ എണ്ണമാല അർച്ചന ഒക്കെ, പിന്നെ വിശേഷപ്പെട്ട വഴിപാടുകളുണ്ട്. പക്ഷെ കടുംപായസം അമ്മയ്ക്ക് ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ്. അപ്പം കടുംപായസം ചെയ്യുക. അമ്മയോട് നടക്ക് ഇത് നിങ്ങൾ കാണിക്കവഞ്ചി സമർപ്പിക്കുക. അമ്മയുടെ നേരെ ഉള്ള കാണിക്കവഞ്ചിയിൽ ഈ നാണയം കയ്യിലെടുത്ത് ഇത് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ അമ്മ എനിക്ക് ഈ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ഉയർച്ച നൽകണേ, ഞാൻ എവിടെ ഇരുന്നാലും അങ്ങ് അവിടത്തേക്ക് സമ്പത്ത് വരണേ, ജീവിതം മുഴുവൻ ഐശ്വര്യങ്ങൾ നൽകണേ, എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, അമ്മയുടെ സഹായം ജീവിതം മുഴുവൻ ഉണ്ടാകണേ, അമ്മയെ ഭദ്രകാളി അമ്മയെ തന്നെ വിളിച്ചാൽ മതി. നന്ദി നന്ദി കോടി കോടി നന്ദി എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ആ മുന്നിലുള്ള കാണിക്കയിൽ ഇടുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ഓരോ മാസവും വേണം ചെയ്യാം, ഇത് ആവർത്തിക്കാം, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം. വീട്ടിൽ രാവിലെ ചാണകവെള്ളം അല്പം, പേരിന് മതി. ഇത് ഈ ഭദ്രകാളിയമ്മയോടുള്ള ഈ പ്രാർത്ഥന ചൊല്ലി പേരിന് തളിക്കുക. മുറ്റത്തും ഒക്കെ മുറ്റത്തും നമ്മുടെ വിളക്ക് കത്തിക്കുന്നിടത്തും ഒക്കെ തളിക്കുക. എന്ന് വെച്ചാൽ ആരും തെന്നി വീഴുന്ന രീതിയിൽ തളിക്കരുത്, അല്പം മതി. ഇവിടെ തളിച്ചിട്ട് തന്നെ അങ്ങ് തുണി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തളിക്കുക, ആരും തെന്നി വീഴാത്ത രീതിയിലൊക്കെ അല്പം തളിച്ചാൽ മതി. ഇനി ടൈൽസൊക്കെ അപ്പം തന്നെ അങ്ങ് തുടച്ചോണം കേട്ടോ. അങ്ങനെ ആർക്കും ദോഷമുള്ള രീതിയിലും ചെയ്യരുത്. അല്പം ചാണകവെള്ളം അത് പ്രാർത്ഥിച്ചിട്ട് വേണം. ആ വെള്ളം ഇച്ചിരി അല്പം കയ്യിൽ പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ശേഷം വെള്ളം അല്പം മുറ്റത്തും വിളക്ക് തെളിയിക്കുന്നിടത്തോ ഒക്കെ ഒന്ന് ജസ്റ്റ് തളിക്കുക. ഇത് രാവിലെ സന്ധ്യയ്ക്കും ചെയ്യണം ഈ 21 ദിവസവും. ഇത് ദിവസവും ചെയ്യാം, നല്ലതാണ്. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വീട്ടിലുണ്ടാവും. അപ്പോൾ അല്പം പേരിന് മതി ചാണകവെള്ളം. അത് ആരും തെന്നി വീഴാത്ത രീതിയിലൊക്കെ ആയിരിക്കണം. ഒരുപാടൊന്നും തളിക്കരുത്. ടൈൽസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തെന്നും. അഥവാ അല്പം തളിച്ചാൽ മതി, ആരും തെന്നി വീഴാത്ത രീതിയിൽ തളിക്കാവുള്ളൂ. പിന്നെ തളിച്ച് കഴിഞ്ഞ് വേണേൽ ഉടനെ തന്നെ അങ്ങ് തുടച്ചേക്കണം കേട്ടോ. തെന്നുന്ന സ്ഥലമാണ്, അല്പം തളിച്ചാൽ മതി. തളിച്ച് കഴിഞ്ഞ ഉടനെ തുടച്ചേക്കണം, കുഴപ്പമില്ല. പിന്നെ മുറ്റത്ത് തളിക്കുന്ന കുഴപ്പമില്ല, അതങ്ങനെ കിടക്കട്ടെ. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന തളിക്കുന്ന ജസ്റ്റ് ഒന്ന് തൂളിച്ചാലും മതി. ആ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒന്ന് ജസ്റ്റ് തൂളിക്കുക, അല്ലെങ്കിൽ മുറ്റത്ത് തളിക്കുക. പിന്നെ വിളക്ക് കത്തിക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് തളിക്കുക. ആരും തെന്നി വീഴാത്ത രീതി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് വേണമെങ്കിൽ തുടയ്ക്കാം, അതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരു ഉപദ്രവം വരരുത്. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് വേറൊരാൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആരും തെന്നി വീഴാത്ത രീതിയിൽ തളിക്കാവുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അതെപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും പറഞ്ഞത്. മനസ്സിലായി. അപ്പോൾ
ഇത് നിത്യേന ചെയ്യുക. ചാണകവെള്ളം തളിക്കുക വീട്ടിൽ. ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്. ആ വീട്ടിൽ സമാധാനം, സമ്പത്ത്, ഐശ്വര്യം, സകല കഷ്ടപ്പാടുകളും മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെയ്ത് നോക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ചെയ്തവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്ത് മനസ്സിലാക്കുക, അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതല്ലേ അതിൻ്റെ ശരി. ആവശ്യമുള്ളവർ ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവുള്ളൂ കേട്ടോ. അത് അല്പം ചാണകവെള്ളം തളിക്കുക. അത് ആരും വീഴാത്ത രീതിയിലൊക്കെ ആയിരിക്കണം. ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ളവർ ചെയ്യുക. ഭദ്രകാളിയമ്മയെ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ ശത്രുദോഷങ്ങൾ, സമയദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും. എല്ലായിടത്തും വിജയമുണ്ടാകും. നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ നടത്തിത്തരും. സമ്പത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. സകല കഷ്ടപ്പാടുകളും മാറ്റിത്തരാൻ അമ്മയ്ക്ക് പറ്റുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ്. പിന്നെ വെള്ളിയാഴ്ചകൾ കഴിവതും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. അമ്മയ്ക്ക് കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും ഒക്കെ ചെയ്യാം. കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്താം. അതൊക്കെ അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതും അതുമായിട്ടൊന്നും ബന്ധമില്ല. ഈ 1 രൂപ നാണയത്തിൻ്റെ വിദ്യ അതുമായിട്ട് ബന്ധമില്ല. ഇത് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യം. വെള്ളിയാഴ്ച നിർബന്ധമായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി അമ്മയ്ക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഒക്കെ കൊടുക്കുക. പറ്റുന്ന പോലെ വഴിപാടുകൾ ചെയ്യുക. കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തിയാലും വളരെ സമ്പത്തുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചകൾ എന്താണെങ്കിലും അവനവനെ കൊണ്ട് പറ്റുന്ന പോലുള്ള വഴിപാടുകൾ ചെയ്യണം. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. നിത്യവും ഭദ്രകാളിയെ വീട്ടിൽ വിളിക്കണം. ഞാനീ പറഞ്ഞ രീതിയിൽ കുളി കഴിഞ്ഞ് വിളിക്കണം. അതുപോലെ കർപ്പൂരം തൊട്ട് വിളിക്കണം. ഭദ്രകാളിയമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഒരു മന്ത്രവും ജപിച്ചാലും നല്ലത്. ജപിക്കാതെ തന്നെ ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്തവർക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. ഏത് കാര്യവും നടത്തി തരാനുള്ള ശക്തി ഭദ്രകാളി അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അസാധ്യ കാര്യങ്ങൾ വരെ അമ്മ നടത്തി തരുമെന്നുള്ളതാണ്. ആർക്കും ചെയ്യാം. ജീവിതത്തിൽ എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാകും. പിന്നെ ചില വീടുകളിൽ എപ്പോഴും ചില നെഗറ്റീവ് എനർജികൾ കാണും. നമ്മൾ പറയത്തില്ലേ, ചില വീടുകളിൽ ചിലപ്പം പണ്ട് തലതാരങ്ങളിൽ തൂങ്ങിച്ചത്തവർ കാണും. അല്ലെങ്കിൽ അങ്ങനെ ദുരാത്മാക്കളോ അങ്ങനെയൊക്കെ ചില നെഗറ്റീവ് എനർജികൾ എന്ത് ചെയ്താലും എപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ ഭദ്രകാളിയമ്മ ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിക്ക്. കർപ്പൂരം തൊട്ട് വിളിക്കണം. കുളി കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം. പിന്നെ അമ്മയ്ക്ക് ഞാനീ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, ഈ ചാണകവെള്ളം തളിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചിട്ട് തളിക്കുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. എൻ്റെ ഭദ്രകാളിയമ്മയെന്ന് വിളിച്ചാൽ മതി. ഒരു മന്ത്രവും ചെല്ലിയാലും കുഴപ്പമില്ല, പക്ഷേ ചെല്ലേണ്ട ഇങ്ങനെ വിളിച്ചാൽ മതി. ഇങ്ങനെ ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്. അത്ഭുതം. പിന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോകണം. പിന്നെ ഈ നാണയത്തിൻ്റെ വിദ്യ ചെയ്യുന്നവർ 21 ദിവസം കഴിഞ്ഞ് പോകണം. അമ്മയ്ക്ക് കടുംബായുസ് ചെയ്യണം. പിന്നെ അല്ലേ തന്നെ നമുക്ക് വെള്ളിയാഴ്ച അമ്മയ്ക്ക് പരിപാടികൾ ഇഷ്ടമുള്ള ചെയ്യാം. ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും എന്നുള്ളതാണ്. മാസത്തിൽ നിങ്ങളുടെ പക്കനാളിനോ അല്ലെങ്കിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയോ ഇതിലേതെങ്കിലും ഒരു ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം വൈകിട്ടൊരു ഭഗവതി സേവയും കൂടെ ചെയ്യണം. ക്ഷേത്രത്തിൽ ചെയ്യുക. ഫലമുണ്ടാകും. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്ത് നടക്കാത്ത കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ജീവിതം അടിമുടി മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ കുടുംബങ്ങൾ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നവർ, അവരുടെയൊക്കെ പല കുടുംബങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്. മക്കൾ വിദേശത്ത് പോയി, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ്സുകൾ തുടങ്ങി ഒക്കെ രക്ഷപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന പലരും അവരുടെയൊക്കെ മക്കൾ നല്ല നിലയിൽ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി വളരെ നല്ല നിലയിലുള്ള ആളുകളാണ്. അവരൊക്കെ ഈ വീഡിയോ എന്നോട് വാട്സപ്പിൽ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഒരാൾ മെസ്സേജ് ചെയ്തപ്പോൾ പറഞ്ഞു അവർക്ക് ഒരു മെഡിസിൻ്റെ ഒക്കെ ഒരു ബന്ധപ്പെട്ട ഒരു തൊഴിലാണ്. അപ്പോൾ അവർക്ക് ഒരു വീട് മേടിക്കാൻ സാധിച്ചു. എല്ലാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ്. ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട്. എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാകുന്നത്. ഞാനൊരു വീട് മേടിക്കുന്നതിനെക്കാട്ടി സന്തോഷം. കാരണം നമ്മൾ അതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം അങ്ങനെ എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ നമ്മൾ പറയുന്ന അതുപോലുള്ള നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്. അതായത് ചുമ്മാ കാര്യങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ ആ ശിവനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കണം. അത് ജീവിതങ്ങൾ മാറ്റുന്ന കാര്യമായിരിക്കണം. അത് ശരിയായി മനസ്സിലാക്കി ചെയ്യുന്നവർക്ക്. ഇന്ന് ഫലം കിട്ടുമെന്നോ അല്ലെ ഒന്നുമല്ല. നിങ്ങളത് ആവർത്തിക്കണം. നിങ്ങളവിടെ കൊടുക്കേണ്ട വിശ്വാസം കൊടുക്കണം. പിന്നെ നമ്മൾ പ്രവർത്തിക്കുകയും കൊണ്ട് വേണം. അപ്പോൾ ഈശ്വരാധീനം കൂടെ ആകുമ്പം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. അപ്പോൾ ഞാൻ ഒരു അനുഭവമാണ് പറയുന്നത്. എന്നോട് ഇന്നൊരാൾ പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അതിനു മുമ്പ് ഒരു കാര്യം പറയാം.
നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് സാഹചര്യം, അത് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഇനി ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇത് ആദ്യം പറയാൻ വിചാരിച്ചാൽ മറന്നുപോയി. അവിടെ എന്നോട് ഒരു അനുഭവം പറഞ്ഞു. അതായത് അവർ ഇതെല്ലാം സത്യസന്ധമായ ജീവിത അനുഭവങ്ങളാണ് കേട്ടോ. അവർ രാവിലെ പാൽ മേടിക്കാൻ പോകുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കാലുകൊണ്ടിങ്ങനെ ഒത്തി നടന്നു പോകുന്ന കാണുമായിരുന്നു. കാലുകൊണ്ട് ഒത്തി ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് നടന്നു പോകുന്ന കാണുമായിരുന്നു. അപ്പോൾ ഈ അമ്മ പാലിന് പോകുമ്പോൾ എപ്പോഴും ഇത് കാണുമ്പോൾ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു തോന്നലുണ്ടായി, ഇയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഇയാൾ എന്ത് വേദന തിന്നുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ള ചിന്ത എപ്പോഴും അങ്ങ് ഇയാളെ കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ കാലിനും പ്രോബ്ലം വന്നു. അവർക്ക് ഇതുപോലത്തെ അവസ്ഥ വന്നു, നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്നലത്തെ വീഡിയോയ്ക്കത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടു, അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ട് കേട്ടു, നമ്മുടെ മനസ്സ് മുഴുവനായിട്ട് അതിൽ കൊടുക്കരുത്. നമ്മുടെ മനസ്സിലേക്ക് അത് മുഴുവൻ കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ കർമ്മദോഷം നമുക്കും പിടിപെടും, നമ്മൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞ മനസ്സിൽ നമ്മൾ ആ മനോഭാവത്തിലേക്ക് വരും. അവരനുഭവിക്കുന്ന ആ മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അവരുടെ കർമ്മദോഷം നമുക്കൂടെ കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് അത്തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് നിങ്ങൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ദുരവസ്ഥ കേട്ടു, നമ്മൾ ഒരുപാട് മനസ്സ് അതിനകത്ത് പോകരുത്. കേട്ടു, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, പിന്നെ അത് വിട്ടേക്കുക. അത് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ സമാനമായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവും. കാരണം അയാളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ ആ സമാനമായ അനുഭവങ്ങളെ മനസ്സ് അട്രാക്റ്റ് ചെയ്യും. ആ ഒരു കർമ്മദോഷം നമുക്കൂടെ വരുമെന്നുള്ളതാണ്. നമ്മളതുകൊണ്ട് ഒരാളുടെ മോശാവസ്ഥ നമുക്ക് കേട്ടു പറ്റുന്ന സഹായം ചെയ്യുക, എന്നിട്ടത് മനസ്സിൽ നിന്നും കളഞ്ഞേക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരം ചെയ്യുക. കൂടുതൽ അതിലേക്ക് മാനസികമായിട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ അവരുടെ കർമ്മദോഷം നിങ്ങൾക്കും ഉണ്ടാകും. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലേ, ഈ നല്ല ആളുകളോട് കൂട്ടുകൂടുന്ന ആളുകൾക്ക് ഉയർച്ച ഉണ്ടാകും. ഏറ്റവും ദുരിതമുള്ളവരോട് എപ്പോഴും സഹകരിക്കുന്ന ആളുകൾക്കും പലപ്പോഴും അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വഴക്കാളികൾ, ക്രിമിനലുകൾ, അവർ കൂട്ടുകൂടുന്ന എപ്പോഴും ക്രിമിനലുകളാണ്, അല്ലെ വഴക്കിന് പോകുന്ന അമ്മാരെല്ലാം അവരുടെ ജീവിതം അതാണ്. കാരണം ആ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ ഇവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ നമ്മൾ ഈ ദുരിതങ്ങളിലുള്ളവരുടെ ആ മനസ്സിലേക്ക് നമ്മുടെ മനസ്സും പോവുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും അടിക്കടി പ്രശ്നങ്ങളായിരിക്കും. നമ്മളിപ്പം നല്ല രീതിയിലുള്ള സന്തോഷവാന്മാരായിട്ടുള്ള നല്ല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ഉള്ളവരെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ആ സമ്പത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഉയർച്ച ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ പുണ്യമുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് ആ മനോഭാവത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിൽ പുണ്യം ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ടാകും. ഇനി മോശം ഒരുപാട് ദുരിതത്തിലുള്ളവരുടെ ആ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പോകുമ്പോൾ അവരുടെ കർമ്മദോഷമാണ്. അതുപോലുള്ള കർമ്മദോഷങ്ങൾ ആ നമ്മുടെ ജീവിതത്തിലേക്കും വരുമെന്നുള്ളതാണ്. മനസ്സിന് അങ്ങനെ ചില ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും കൂടുതലും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ല ആളുകളുമായി സഹകരിക്കുക. ഇനി ബുദ്ധിമുട്ടുള്ള ആളുകളെ കാണുമ്പോൾ അവരെ നമ്മൾ സഹായിക്കണം. അത് വേണ്ട കാര്യം തന്നെയാണ്. അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യണം, അവരെ സഹായിക്കണം. അവരെ മോശമായിട്ട് ചിന്തിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ ജനിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്നുണ്ട്, അവരുടെ കർമ്മദോഷം ഈശ്വരൻ കൊടുത്തതാണ്. അപ്പം നമ്മളൊരിക്കലും അവരെ മോശമായിട്ട് കാണരുത്. അവരോട് നമ്മൾ സംസാരിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മൾ അവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിൽ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കരുത്. ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് അത് കൊടുക്കരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ സൂചിപ്പിച്ചത് കർമ്മരഹസ്യങ്ങളാണ്. ചിലത് പറയത്തില്ല, എടാ വല്ലവൻ്റെ കർമ്മം എടുത്ത് നീ ചുമന്ന് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് പഴയ ആളുകൾ ചോദിക്കും. നമ്മൾ നമ്മളുടേതായ രീതിയിൽ ജീവിച്ചു പോവുക, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കണം, എപ്പോഴും ശുദ്ധമായിരിക്കണം. അതിൽ യാതൊരു ദുരിതങ്ങളും കൊടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യാതൊരു ദുരിതങ്ങളെക്കുറിച്ചും ചിന്തിക്കരുത്. അപ്പോൾ ആ ചിന്തിച്ച് കഴിയുമ്പോൾ അത്ര അനുഭവങ്ങളായിരിക്കും നമ്മൾക്ക് വരുന്ന പലതും. ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാരണം
എനിക്കങ്ങനെ നിരവധി അനുഭവങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നമ്മളൊരു കർമ്മദോഷങ്ങൾ വിളിച്ചു വരുത്തരുത്. മനസ്സെപ്പോഴും ശുദ്ധമായിട്ട് സന്തോഷമായിട്ട് സൂക്ഷിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈശ്വരനെ വിളിക്കുക. പറഞ്ഞാൽ മനസ്സിലായത് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും. എനിക്ക് അങ്ങനെ ഇടയ്ക്കൊരു ചായ കുടിയുള്ളതാണ്. അപ്പം ഞാൻ ചായ കുടിക്കാൻ പോകുമ്പം അവിടെ പ്രായമുള്ള ഒരു അച്ചായൻ വരും. അപ്പോൾ എനിക്ക് ഈ പ്രായമുള്ള ആളുകളോടൊക്കെ വലിയൊരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പ്രായമുള്ളവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഗുണം ചെയ്യുന്നതാണ് ആ അറിവുകൾ. കാരണം അവർ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പ്രായമുള്ളവരെ കാണുമ്പം അവരുമായിട്ടൊക്കെ ഇത് സംസാരിക്കും, അവർ പറയുന്ന കേൾക്കും, എൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഇതൊക്കെ ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ പ്രായമുള്ള ഒരു അച്ചായനും ഞങ്ങൾ സംസാരിക്കും. എപ്പോഴും നല്ല നല്ല കാര്യങ്ങളെ സംസാരിക്കത്തുള്ളൂ. ഇദ്ദേഹം എന്നോട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഈ അച്ചായൻ രാവിലെ 3:30 എഴുന്നേക്കും. ചിലപ്പോൾ 3 മണിക്ക് അല്ലെങ്കിൽ 3:30, അതിൽ കൂടുതൽ പോകത്തില്ല. എന്നിട്ട് ദേവാലയത്തിൽ പോകും ഒരു 5:30 ആകുമ്പോൾ. ഈ 3:30 ഈ മനുഷ്യൻ എഴുന്നേൽക്കുമ്പം ഇത്രയും നല്ല പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷെ നല്ല ആരോഗ്യവാനാണ് പുള്ളി നല്ല ആരോഗ്യവാനാണ്, മാനസികമായിട്ട് നല്ല കരുത്തുമാണ് പുള്ളിക്ക്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു തന്നു, മോനെ, ഈ ഒരു 3:30 എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ ആളുകൾ വിചാരിച്ചാൽ നടക്കത്തില്ല. നടന്നാൽ തന്നെയും അത് അധികം നാൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഭക്ഷണക്കാര്യത്തിൽ അല്പം നമ്മൾ ശ്രദ്ധ പാലിക്കണം. ഭക്ഷണം അല്പം കുറച്ച് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, അമിതമായിട്ട് കഴിക്കരുത്. കാരണം ഈ ഭക്ഷണവും ശരീരവും മനസ്സും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. കാരണം നമ്മൾ തന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. നമുക്ക് ആവശ്യത്തിന് ആഹാരം കഴിക്കണം, പക്ഷെ അമിത ഭക്ഷണം ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കും. പുള്ളി എന്നോട് പറഞ്ഞു വന്ന കാര്യമാണ്. ഈ ഭക്ഷണം കണ്ടമാനം അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല. കാരണം ശരീരം നമുക്ക് വഴങ്ങുമ്പോഴേ മനസ്സും വഴങ്ങത്തുള്ളൂ. ഈ അച്ചായൻ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ നമുക്ക് ഏത് കാര്യം ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ രഹസ്യം അതാണ്. 3:30 എഴുന്നേൽക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. ചുരുക്കോടെ നടക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. പുള്ളി ആവശ്യമില്ലാതെ അമിത ഭക്ഷണം കഴിക്കാറില്ല, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇപ്പോഴത്തെ പല ആളുകളുടെയും പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത ഭക്ഷണം തന്നെയാണ്. എല്ലായിടത്തും ഫാസ്റ്റ് ഫുഡും അതും ഇതുമൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്കടയിൽ പോയാൽ മതി. ആ പ്രദേശത്തെ ചായക്കടയിൽ പോയാൽ മതി, വീട്ടിൽ പോയി കാണാൻ പറ്റത്തില്ല. കാരണം മിക്കവാറും എല്ലാം ഈ ഫുഡ് റെസ്റ്റോറൻറ്റുകളിലും ചായക്കടകളിലുമാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിരിക്കുക. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും വലിയ ആഹാരമൊക്കെ ഭയങ്കര രുചികരമായിട്ട് ധാരാളം ഭക്ഷണമാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇപ്പോൾ അദ്ദേഹത്തിന് പല അസുഖങ്ങൾ പിടിപെട്ടു. അസുഖങ്ങൾ പിടിപെട്ട് അദ്ദേഹം പല ചികിത്സകൾ നടത്തുകയാണ്. കാരണം ഫാറ്റി ലിവറൊക്കെ ആയി. കാരണം എപ്പോഴും വറുത്തതും പൊരിച്ചതും അങ്ങ് സ്നേഹം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആഹാരം ആവശ്യത്തിനേ പാടുള്ളതാണ്. ഇതൊക്കെ നമ്മളൊരു അസുഖം വരാതെ ഇത് പഠിക്കാൻ ശ്രമിക്കണം. അമിത ഭക്ഷണമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. അവർ പപ്സ്, ഐസ്ക്രീം എന്ന് വേണ്ട ഒരു നിയന്ത്രണവുമില്ല. കുട്ടികളെല്ലാം വണ്ണം വെച്ച് കണ്ണാടി വെച്ച് എന്ന് വേണ്ട നടക്കാൻ വയ്യ എന്നൊരു ഒരു അവസ്ഥയിലേക്കാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ, ഒന്ന് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. 2 മനസ്സ് കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ശരീരം വഴങ്ങിയാലേ നമ്മുടെ മനസ്സ് വഴങ്ങത്തുള്ളൂ. പണ്ടത്തെ ഋഷീശ്വരന്മാരുടെ ഒക്കെ രഹസ്യം അതാണ്. അവർ ഭക്ഷണക്രമത്തിൽ പാലിക്കുന്ന ഒരു നിയന്ത്രണം കൊണ്ടാണ് അവർക്ക് മനസ്സിനെ കീഴടക്കാൻ പറ്റുന്നത്. അല്ലാതെ അമിത ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് വലിയ ധ്യാനവും യോഗയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഒരു പൊടി സുഖത്തിൽ ഉറക്കം പോലെ ഇരിക്കാന്നല്ല, അത് മനസ്സ് വഴങ്ങത്തില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കണം, അമിതമായിട്ട് കഴിക്കരുത്. ആവശ്യത്തിന് കഴിക്കണം. ഇപ്പോൾ എനിക്ക് അച്ചായൻ പറഞ്ഞ ആ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അതായത് എത്ര രാജ്യങ്ങൾ പിടിച്ചടക്കിയാലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല.
ഇത് നിങ്ങളോട് ഒക്കെ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകട്ടെ. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനെ ജീവിതം മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കുറേ അറിവുകളുണ്ട്. ഒരിക്കലും അറിവെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ചില അറിവുകൾ നമ്മൾ അലച്ചിലുണ്ടാക്കും, ചില അറിവ് നമ്മുടെ ജീവിതം മാറ്റും. പലരും ഈ അലച്ചിലുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത അറിവുകളുടെ പുറകെ നടക്കുന്നത്. ഇന്ന് ജീവിതം മാറ്റുന്ന അറിവുകളുണ്ട്. അത്തരം അറിവുകൾ അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇത് അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അത് ആരും ആയിക്കോട്ടെ, നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, മോശം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ. എല്ലാ എൻ്റെ അറിവുകളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ, അല്ലെ തള്ളിക്കളയാൻ, അങ്ങനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഈശ്വരൻ, മനസ്സിലായി? നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈശ്വരന, എൻ്റെ സ്വാതന്ത്ര്യം ഈശ്വരന, അത് മനസ്സിലായി? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ.